ക്ലിപ്പ് ഹൗസിൽ പ്രേതബാധയുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാർ താമസിക്കുന്ന ആ സ്ഥലത്ത്, ആ ബിൽഡിങ്ങിൽ, ആ കെട്ടിടത്തിൽ പ്രേതബാധയുണ്ട് എന്നുള്ളതാണ്. യേശുവിൻ്റെ ബലം കൊണ്ടാണ് പിണറായി സഖാവ് അതിനെ അതിജീവിച്ചത്. അപ്പോൾ അത്തം നക്ഷത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അത്തം നക്ഷത്രത്തിന് പെൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളുടെ മനസ്സിൻ്റെ കാരാഗൃഹത്തിൽപ്പെട്ട് കിടക്കുന്ന ഒരു കാലഘട്ടമാണ്. നമസ്കാരം. വിചിത്രമായ സംഭവങ്ങൾ പറയുക അല്ലെങ്കിൽ പറഞ്ഞ് വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യമെന്ന് ടീച്ചർ എപ്പോഴും എന്നോട് പറയും. ടീച്ചർ നല്ല ദൈവവിശ്വാസിയാണ്. ആറ്റുകാലമ്മയുടെ വലിയ ഭക്തയാണ്. ആറ്റുകാൽ അമ്പലത്തിൽ പോയിട്ട് വളരെ നേരം ഭക്തിയിൽ അങ്ങനെ ആറാടി നിൽക്കുകയും ജപിക്കുകയൊക്കെ ചെയ്യുന്നത് കാണാം. ഞാനവിടെ പോകാറുണ്ട്. ഞാൻ കരിക്കം ക്ഷേത്രത്തിലായിരുന്നു എൻ്റെ സ്ഥിരം കിടപ്പ്. അവിടുന്ന് പിന്നെ ആറ്റുകാൽ അമ്പലത്തിലേക്ക് മാറി ടീച്ചറിൻ്റെ കൂടെ പോയിട്ട് അവിടെ അങ്ങനെ നിൽക്കും. അവിടെ പിന്നെ തിരുമേനിമാരെയൊക്കെ അറിയാമെന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് പരിഗണനയൊന്നും ഞാൻ എടുക്കാറില്ല. എന്നാലും ദൂരെ മാറി ദേവയൊന്ന് തൊഴും. ദൈവികമായ ശക്തികൾ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാക്കുന്ന സ്വാധീനം അതെത്ര ഇല്ല എന്ന് പറഞ്ഞാലും, എത്ര കമ്മ്യൂണിസം പറഞ്ഞാലും ഒന്നും തീരുന്നതല്ല. ആരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റുന്നതുമല്ല. ഞാനിതിപ്പോൾ പറയാവുന്നതിൻ്റെ ഒരു കാരണം, അമ്മിണി എന്ന് പറയുന്നൊരു സ്ത്രീ രാവിലെ എൻ്റെ ഫോണിൽ വിളിച്ചു. കാരണം ഞാനിപ്പോൾ ഇതിനകത്ത് വീട്ടിലെ നമ്പർ കൊടുക്കുന്നുണ്ടല്ലോ. മൊബൈൽ അധികം ഉപയോഗിക്കാൻ വയ്യ. മൊബൈൽ നോക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. അത് തറയിൽ വീണ് പൊട്ടുകയും കൂടെ ചെയ്തപ്പോഴത്തേക്ക് ഒട്ടും നോക്കാൻ വയ്യ. സൂര്യൻ ഉദിച്ച പോലാണ് എൻ്റെ മൊബൈൽ. അതൊന്ന് കൊണ്ടുപോയി മാറ്റാനുള്ള സമയവും കിട്ടിയില്ല. എഴുത്തുമൊക്കെ ആയിട്ട് ഒന്നും നടക്കുന്നില്ല. എന്തായാലും അമ്മിണി എന്നെ വിളിക്കുന്നതിനൊരു കാരണം, ഈ കഥ നിങ്ങൾ വിശ്വസിക്കുക, സംഭവം നിങ്ങൾ വിശ്വസിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല എൻ്റെ പ്രിയപ്പെട്ട DNA പ്രേക്ഷകർ. എന്തായാലും ഞാൻ അന്ധവിശ്വാസം പടർത്തുന്ന ഒരാളെന്നുള്ള ഖ്യാതിയോ അപഖ്യാതിയോ ഉള്ളതുകൊണ്ട് ഞാനിതൊന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്, അല്ലെങ്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സംഭവം നമ്മുടെ ക്ലിപ്പ് ഹൗസാണ്. നമ്മുടെ മുഖ്യമന്ത്രിമാർ താമസിക്കുന്ന ക്ലിപ്പ് ഹൗസാണ്. ഈ അമ്മിണി എന്ന് പറയുന്ന ആ അമ്മയുടെ ഭർത്താവോ അവരുടെ പിതാവോ അവരത് വ്യക്തമായിട്ട് പറഞ്ഞില്ല. സ്വാമി, ഞാൻ പ്രേതബാധകളിൽ വിശ്വസിക്കുന്നു. സ്വാമി, ഇതിനെക്കുറിച്ചൊന്ന് പറയണം. ക്ലിപ്പ് ഹൗസിൽ പ്രേതബാധയുണ്ട്. ആദ്യം എനിക്ക് ക്ലിപ്പ് ഹൗസ് ഏതാണെന്ന് എനിക്ക് പിടികിട്ടിയില്ല. അപ്പോഴാണ് ഈ മുഖ്യമന്ത്രിമാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്, ഒരുപാട് മുഖ്യമന്ത്രിമാർ താമസിച്ചിരുന്ന സ്ഥലമാണ് അപ്പോൾ എന്നെനിക്ക് പിടികിട്ടിയത്. ഞാൻ ചോദിച്ചത് ഏതാണ് സ്ഥലം എന്ന് ചോദിച്ചു. കാരണം നമുക്ക് ഈ രാഷ്ട്രീയമായിട്ടൊരു ബന്ധമൊന്നും ഇല്ലാത്തത് കൊണ്ടും വിശ്വസിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ എന്നെ ചതിക്കുകയും വിശ്വസിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ വ്യക്തികൾ തന്നെ എൻ്റെ ആശ്രമം നശിപ്പിക്കാനൊക്കെ ശ്രമിച്ചത് കൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും മാറി സഞ്ചരിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാൾക്കാരാണ്. അതൊക്കെ ഓരോ മനുഷ്യൻ്റെ, അതിന് എല്ലാ വ്യക്തികളെയും, ആ പ്രസ്ഥാനത്തെ അല്ല നമ്മൾ പറയുക, ഓരോ വ്യക്തികളാണ്. ഓരോ വ്യക്തികളുടെ സ്വഭാവ രീതികളനുസരിച്ച് അവർ നേട്ടങ്ങൾക്ക് വേണ്ടിയൊക്കെ എവിടെയെങ്കിലുമൊക്കെ കയറിപ്പറ്റും. അതങ്ങനെയാണ് അതിൻ്റെ രീതി. അതിൻ്റെയൊക്കെ കർമ്മങ്ങളുടെ പരിണിത ഫലങ്ങൾ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് അനുഭവിക്കും എന്നുള്ളതാണ്. എന്തായാലും അമ്മിണിയമ്മ എന്നെ വിളിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, അവരുടെ ഭർത്താവോ അച്ഛനോ ആരാണ്ട് ഈ ക്ലിപ്പ് ഹൗസിൽ ഒരു ജോലിക്കാരനായിരുന്നു. അപ്പം കരുണാകര സാറിൻ്റെ കാലത്തും അതിന് മുമ്പുണ്ടായിരുന്ന VS അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ കാലത്തും പിന്നെ ഉമ്മൻചാണ്ടിയുടെ കാലത്തോ അതിന് മുമ്പോ എപ്പോഴോ ഒരു ജോലിക്കാരനായിരുന്ന, ആ ക്ലിപ്പ് ഹൗസിൽ ജോലി ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. ഇവരുടെ ഭർത്താവാണോ പിതാവാണോ എന്നറിയില്ല. അവർ പലതും എന്നോട് പറയാൻ, സാർ റെക്കോർഡിങ് മൊബൈലിൽ വിളിക്കാത്തതിന് കാരണം, സ്വാമി ഇത് റെക്കോർഡ് ചെയ്ത് ചിലപ്പോൾ DNA കൂടെ പറയുമെന്നുള്ളത് കൊണ്ടാണ് ഞാനിത് ലാൻഡ് ഫോണിൽ വിളിച്ചതെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. എനിക്ക് സ്വാമിയെ ഒന്ന് കാണണം. ശരി, ഞാൻ പറഞ്ഞു, വന്നോളാൻ പറഞ്ഞു. അവരൊരു 11 മണിയായപ്പോൾ എന്നെ കാണാനായിട്ട് വന്നു. ഒരു പ്രായം നിന്ന അവശയായ ഒരു സ്ത്രീയാണ്. ഒരു മകനുണ്ട്, അവന് ജോലിയൊന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞതിൻ്റെ ഞാനതിൻ്റെ വിശദമായിട്ട് അതിനൊക്കെ അകത്തേക്ക് അവരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വകാര്യമായിട്ടുള്ള ജീവിതത്തിലേക്ക് കടക്കുന്നില്ല. ഈ ക്ലിപ്പ് ഹൗസ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഇപ്പോൾ കടിപിട കൂടുന്ന, അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാർ താമസിക്കുന്ന ആ സ്ഥലത്ത്, ആ ബിൽഡിങ്ങിൽ, ആ കെട്ടിടത്തിൽ അവിടെ പ്രേതബാധയുണ്ട് എന്നുള്ളതാണ്. അവിടെ പ്രേതബാധ എന്നല്ല പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ പിതാവോ ഭർത്താവോ അത് കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവിടെ ആര് വസിച്ചാലും രോഗദുരിതങ്ങളാൽ അവിടെ രാഹുവിൻ്റെ വാസസ്ഥലം അല്ലെങ്കിൽ കേതുവിൻ്റെ വാസസ്ഥലം, അവർക്ക് തന്നെ വ്യക്തമായിട്ട് അറിയത്തില്ല. അവിടെ രോഗദുരിതങ്ങളാൽ മനുഷ്യൻ ബുദ്ധിമുട്ടും എന്നാണ്.
അവിടെ അപ്പോൾ ഞാൻ പിറകിലോട്ട് നോക്കിയപ്പോൾ ശരിയാണ്, എനിക്കറിയാവുന്ന ഇപ്പോൾ കരുണാകരൻ സാറും ജീവിതത്തിൻ്റെ ഒരു അപകടമുണ്ടായി, അദ്ദേഹം രോഗദുരിതങ്ങളാൽ അതുമാത്രമല്ല മാനസിക സംഘർഷങ്ങളും ദുഃഖങ്ങളും ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വന്നതാണ് ക്ലിപ്പ് ഹൗസിൽ താമസിക്കുമ്പോഴത്തേക്ക്. ഒരിക്കലും മനസമാധാനവും ശാന്തിയും കിട്ടാത്തൊരു സ്ഥലമാണ്. അത് കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്തും അദ്ദേഹത്തിന് ഒരു മാനസികമായിട്ടുള്ള ഒരു കാലത്തും ഒരു ദിവസം പോലും മനസ്സിൻ്റെ സമാധാനവും ശാന്തിയും കിട്ടിയിട്ടില്ല. രോഗദുരിതങ്ങളാൽ അദ്ദേഹം മരണപ്പെട്ടു. പിണറായി സഖാവിൻ്റെ കാലത്താണെങ്കിൽ അദ്ദേഹം രക്ഷപ്പെടാനൊരു കാരണം, അദ്ദേഹത്തിന് രോഗങ്ങളൊക്കെ എല്ലാ മനുഷ്യനും വരും. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നശിച്ചു പോകുന്നത് എന്നാണ്. നശിച്ചു പോകുന്ന ശരീരത്തിൽ രോഗദുരിതങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ ഈ 3 പേരുടെ എടുക്കുമ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് ആയുസ്സിൻ്റെ ബലം കൊണ്ടാണ് പിണറായി സഖാവ് അതിനെ അതിജീവിച്ചത്? ഇപ്പം ജനപ്രീതി, ഒരുപാട് മാനസിക സംഘർഷങ്ങൾ, മാനസികമായ അസ്വസ്ഥങ്ങൾ, മനസ്സിൻ്റെ ധൈര്യം ചോർന്നു പോകുന്ന അവസ്ഥ, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, പാർട്ടിയിൽ നിന്നുള്ള ഒറ്റപ്പെടൽ, ഇതെല്ലാം ഉണ്ടാകാനുള്ള കാരണം നമ്മുടെ വാസസ്ഥലം വളരെ പ്രയോജനകരമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആയുസ്സിന് ബലം കിട്ടിയത് എനിക്ക് തോന്നുന്നത് അദ്ദേഹം അവിടെ പശുക്കളെ വളർത്തിയതിൻ്റെ പശുവിൻ്റെ ഗോമൂത്രവും ചാണകവും ഇരുന്നെടുത്ത് അശുദ്ധി ഉണ്ടാവില്ല. അതാണ് പണ്ട് കാലത്ത് എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നത്. എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, ഞാൻ പണ്ട് ഈ തിരുവനന്തപുരത്ത് ഭീമ ജ്വല്ലറിയുടെ പരസ്യം ഒരു 10-35 വർഷം പരസ്യം ചെയ്തിരുന്ന ഒരാളാണ്. ഞാൻ ആ ജ്വല്ലറിയുടെ വലിയ ബന്ധമുണ്ടായിരുന്നതാണ്, പരസ്യ കമ്പനി നടത്തിയിരുന്ന ഒരാളാണ്, ഇഷ്ടംപോലെ ധനം സമ്പാദിച്ച ആളുമാണ് ഞാൻ. അവർക്ക് പ്രിയപ്പെട്ടതും എനിക്ക് അവർ പ്രിയപ്പെട്ടതുമായിരുന്നു. അങ്ങനെ ആകുമ്പോൾ ഈ തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജിൻ്റെ അവിടെ വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു ബിൽഡിംഗ് ഇങ്ങനെ കെട്ടിയിട്ടിരുന്നു. കുറേ കാലം ആളുതാമസമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ കിടക്കുന്ന കാലഘട്ടത്തിലാണ് അത് എന്ത് ചെയ്യണമെന്ന് കുറിച്ച് ചിന്തിക്കപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ വാസ്തു സംബന്ധമായൊരു ദോഷമുണ്ട്, ആ ഭൂമിക്കൊരു ദോഷമുണ്ട്, നമുക്കവിടെ ഒരു പശുവിനെ മേടിച്ച് കെട്ടണം. ഒരു പശുവിനെ മേടിച്ച് കിട്ടിയാൽ അതിൻ്റെ ഗോമൂത്രവും ചാണകവും വീണ് കഴിഞ്ഞാൽ ആ ഭൂമി ശുദ്ധിയാകും, അവിടെ ദുരിതങ്ങൾക്ക് മാറ്റം വരും, അവിടെ പൂജ പരിഹാരങ്ങളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇന്നിപ്പോൾ കണ്ടില്ലേ ആ സ്ഥലം തിരുവനന്തപുരത്ത്, ആ ഭീമ ജ്വല്ലറി നിൽക്കുന്ന ഒരു സ്ഥലം. അന്ന് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഞാൻ പറഞ്ഞത് അപ്പം തന്നെ അത് ഗോവിന്ദൻ സാർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതുപോലെ ഈ പിണറായി സഖാവിൻ്റെ ആയുസ്സിന് ബലം കിട്ടിയത് ആരോഗ്യപരമായി എത്ര മോശമാണെങ്കിലും മാനസിക സംഘർഷങ്ങളുണ്ടായാലും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായെങ്കിലും അതിനെ അതിജീവിക്കാൻ പറ്റിയ പശുക്കളുടെ വാസസ്ഥലമാണ്. നല്ല ജാതിയിൽപ്പെട്ട ഉത്തമമായ പശുക്കളെ സംരക്ഷിക്കുകയും വൈകുന്നേരം പോകുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് അവിടെയുള്ള നെഗറ്റീവ് എനർജികളെ, നെഗറ്റീവായിട്ടുള്ള ശക്തികളെ മാറ്റപ്പെടും. അത് ഒരുപാട് പേർക്ക്. അതുകൊണ്ട് ഇനിയിപ്പോൾ പുതിയ ഗവൺമെൻറ്റാണ് വരുന്നത്, അവിടെ വാസ്തു സംബന്ധമായിട്ടുള്ള വിഷയമുണ്ട്. മരണപ്പെട്ടു പോയവരുടെ പ്രേതസഞ്ചാരം ഉണ്ടെന്ന് ഈ അമ്മ പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഭർത്താവാണോ പിതാവാണോ അത് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഇതൊന്നും ആരോടും പറയാൻ വിശ്വാസമില്ലാത്തത് കൊണ്ടും അത് പറഞ്ഞാൽ വിശ്വസിക്കാത്തത് കൊണ്ടും അല്ലെങ്കിൽ അവിടെ ഇതൊന്നും പൂജ പരിഹാരങ്ങൾ ചെയ്യാനൊന്നും കഴിയാത്തത് കൊണ്ടും രാഷ്ട്രീയമല്ലേ, ഓരോരുത്തരും ഇങ്ങനെ മാറി മാറി വരും. അതുകൊണ്ട് പുതിയ ഒരു ഭരണകൂടം കേരളത്തിൽ വരികയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്ലിപ്പ് ഹൗസിൽ അങ്ങനെ വല്ല ബാധാദോഷങ്ങളുണ്ടെങ്കിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അവിടെ ഈ നിങ്ങൾ ഒരു പശുവിനെയെങ്കിലും, പിണറായി സഖാവ് ഒരുപാട് പശുക്കളെ വാങ്ങിച്ചു കിട്ടി അതിൻ്റെ ദോഷങ്ങൾ തീർത്തതായിട്ടാണ് അറിയാൻ പറ്റുന്നത്. ഏതോ നല്ല ജ്യോതിഷ പണ്ഡിതന്മാർ കൊടുത്തുള്ള നല്ല ഉപദേശം കൊണ്ടുവേണം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇതിനെ അതിജീവിക്കാൻ പറ്റിയത്. ഇപ്പോൾ ഭരണത്തിൽ പരാജയമൊക്കെ ഉണ്ടെങ്കിലും ഇടതുപക്ഷം ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങളെ നമുക്ക് വിസ്മരിക്കാനൊന്നും പറ്റില്ല. അതൊക്കെ ഞാൻ നിഷ്പക്ഷമായിട്ട് പറയുന്നത്. എനിക്കൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേക മമതയില്ലെങ്കിൽ പോലും നമ്മൾ പൂർണ്ണമായിട്ട് അത് അദ്ദേഹത്തിൻ്റെ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള സ്വഭാവത്തെയൊന്നും നമുക്ക് തേജോവധം ചെയ്യാനോ വ്യക്തിപരമായൊരു സ്വഭാവത്തിനെ ഒന്നും മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ എനിക്ക് വ്യക്തിപരമായ സ്വഭാവമുണ്ട്, വ്യക്തിപരമായി എനിക്കൊരു സ്വഭാവമുണ്ട്, അടിസ്ഥാനപരമായ സ്വഭാവം. അതിനെ ഒന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. എനിക്ക് പെട്ടെന്ന് കോപം വരുന്ന സ്വഭാവമുണ്ട്. ചിലർ ഫോൺ എടുത്താൽ എൻ്റെ അടുത്ത് ആ ഫോണിൽ കൂടെ പറയുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ദേഷ്യം വരും, ഞാൻ മറുപടി പറയും. നമുക്ക് അസുഖം വന്നാൽ നമ്മൾ ഡോക്ടറെ കാണാൻ പോകില്ലേ, നമ്മൾ ഫോണിൽ കൂടെ ഡോക്ടറെ എനിക്ക് തലവേദനയാണ്, എനിക്ക് കാലുവേദനയാണ്, എനിക്കൊരു മരുന്ന് ഇങ്ങോട്ട് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കൂ? ഇല്ല. ഒരു മനുഷ്യൻ്റെ പ്രശ്ന പരിഹാരങ്ങൾ പറയുമ്പോൾ അതിനെ അത്രയും സീരിയസ് ആയിട്ട് കാണണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വരുന്നത്. അതേപോലെ പിണറായി സാഹിബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിക്കുകയും ഇനിയിപ്പോൾ അതിൻ്റെ താഴെ വന്ന് എന്നെ തെറി പറഞ്ഞിട്ട് കാര്യമില്ല. അതെന്തൊക്കെ പറഞ്ഞാലും ഒരു പ്രസ്ഥാനത്തിനെ നിലനിർത്തിക്കൊണ്ടുവരുന്നു. ഇനി അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ. കാരണം എന്തായാലും ക്ലിപ്പ് ഹൗസിനകത്ത് അങ്ങനെ ഒരു വിഷയമുണ്ടെന്ന് അമ്മിണിയമ്മ എൻ്റെ അടുത്ത് നിന്ന് പറയുകയാണ് ചെയ്തത്. സ്വാമി ഇത് DNA ന്യൂസിലൂടെ പറയണം. ഇനി ആരെങ്കിലും അവിടെ ഭരിക്കാൻ കയറുകയാണെങ്കിൽ ആ ഭരിക്കുന്നതിന് മുമ്പ് അവിടെ എന്തെങ്കിലും ശുദ്ധികലശങ്ങളൊക്കെ ചെയ്തിട്ട്, അപ്പം ഞാൻ പറഞ്ഞു ഇതിപ്പോൾ ഞാൻ പറയാം, ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മളെ കുറേ വിശ്വാസമില്ലാത്തവർ സ്വാമി അന്ധവിശ്വാസം വളർന്ന ആളെന്നാണ് പൊതുവേ പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഇതിവിടെ ഉണ്ടാവും, ഇതിവിടെ പറയും എന്നുള്ളതാണ്. അപ്പോൾ ക്ലിപ്പ് ഹൗസിൽ പ്രേതബാധയോ എന്ന് ചോദിച്ചാൽ അതിൽ
രാഹുവിൻ്റെ വാസല സർപ്പങ്ങളുടെ ഒരു ദോഷകാലം ഞാനിങ്ങനെ വെറുതെ ലക്ഷണത്തിൽ നോക്കുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. സർപ്പങ്ങളുടെ വാസസ്ഥലം ഇല്ലെങ്കിൽ സർപ്പങ്ങൾ തലതെല്ലി ചത്തതിൻ്റെ ഏതോ ഒരു കാലത്ത് അവിടെയൊക്കെ പണ്ട് കാലത്ത് കാട് പിടിച്ച് കിടന്ന സ്ഥലങ്ങളൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ സർപ്പ ദുരിതം സംഭവിച്ച സ്ഥലം, ഇല്ലെങ്കിൽ സർപ്പങ്ങൾ ഇണചേർന്ന് നശിച്ചു പോയ സ്ഥലം, ഇണചേർന്ന് മുട്ടയിടുന്നതിന് മുട്ട നശിച്ച സ്ഥലം, അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ ചില വീടുകളൊക്കെ നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തിൻ്റെ ഭാഗമാനാണ് സാധ്യത. അതിന് കളമെഴുത്ത് പാട്ട് നടത്തണം അവിടെ. ഇതിപ്പോൾ നടത്തണം ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ ഒരു പുതിയ ഭരണകൂടം വരികയാണ്. കോൺഗ്രസിനാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഒരു മുഖ്യമന്ത്രി വരുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ ഇതുവരെ ഇല്ലാത്ത വിധം പ്രശ്നങ്ങളിലൂടെയാണ് സാധാരണ അവിടെ കാലെടുത്ത് കുത്തി ഭരിച്ച് തുടങ്ങുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുക. ഇത് നമ്മൾ അങ്ങോട്ട് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ പ്രവേശനം അവിടെ പ്രശ്നങ്ങൾ തുടങ്ങി. അപ്പോൾ അവിടെ എന്തോ കാര്യമായ ഒരു പ്രശ്നമുണ്ട്. അവിടെ അഷ്ടദ്രവ്യ ഗണപതി ഹോമവും മഹാസുദർശനവും ഒക്കെ ചെയ്ത് ഒരു ശതചണ്ഡിക യാഗവും ഒക്കെ നടത്തി, അത് വേറെ ഒന്നും വിചാരിക്കേണ്ട, ആ ഭൂമി ശുദ്ധി ചെയ്യുകയും ഒരു കളമെഴുത്ത് പാട്ടൊക്കെ നടത്തിയിട്ട് അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ അവിടെ കുറേ ദോഷദുരിതങ്ങൾക്ക് പരിഹാരമുണ്ടാകുകയും അടുത്ത 5 വർഷം മനസമാധാനം ശാന്തിയോടുകൂടി ഭരിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഇതുപോലുള്ള നെഗറ്റീവ് എനർജികളുടെ സഞ്ചാരവും ദോഷമൊക്കെ ഉണ്ടാകും. എന്തായാലും അമ്മണിയമ്മ എന്നോട് പറഞ്ഞതിനെ ഞാൻ അങ്ങോട്ട് അവതരിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ ഇത് തള്ളിക്കളയാം. ഇതിൻ്റെ അടിയിൽ വന്ന് എന്ത് കമൻറ്റ് വേണമെങ്കിലും പാസ്സാക്കുകയൊക്കെ ചെയ്യാം. എന്തായാലും ക്ലിപ്പ് ഹൗസ് എന്ന് പറയും, നമ്മൾ ഉമ്മൻചാണ്ടിയുടെ എടുത്താലും കരുണാനിധി സാറിൻ്റെ എടുത്താലും അച്യുതാനന്ദ സാറിൻ്റെ അത്രയും പറ്റിയിട്ടില്ല. ഈ നായരൊക്കെ അവിടെ ഉണ്ടായിരുന്നതാണ്, സഖാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നതാണ്. അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗം, ഇല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന്, ഇവർക്ക് വിശ്വാസമില്ലെങ്കിലും ഇവരുടെ കുടുംബത്തിനൊക്കെ നല്ല വിശ്വാസമൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് പേരെക്കുറിച്ച് എനിക്കറിയാം. കൃത്യമായിട്ട് അവർ പിന്നെ ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ കൊടുക്കുകയും പൂജ പരിഹാരങ്ങൾ ചെയ്യുന്നവരെക്കുറിച്ചൊക്കെ അറിയാം. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ ഒരാൾ പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ഒരു വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ കമ്മ്യൂണിസ്റ്റ് ഒന്നും നശിച്ചു പോകുന്നതായിട്ട് ഞാൻ കരുതുന്നുമില്ല, അങ്ങനെ കാണുന്നതുമില്ല. എന്തായാലും ഇപ്പോൾ ഈ 3 മുഖ്യമന്ത്രിമാരെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. ആര് മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും ക്ലബ് ഹൗസിലേക്ക് കയറുന്നതിന് മുമ്പ് ഇത് അവിടുത്തെ ബാധാദോഷങ്ങൾ, നെഗറ്റീവ് എനർജികളുടെ സഞ്ചാരമാണ്. കുടുംബത്തോടു കൂടിയൊക്കെ കുട്ടികളും കുടുംബത്തോടുമൊക്കെ താമസിക്കുകയാണെങ്കിൽ അവിടുത്തെ ദോഷപരിഹാരങ്ങളെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ല ജ്യോതിഷ പണ്ഡിതന്മാരാരെങ്കിലുമൊക്കെ വിളിച്ച് ഒക്കെ ചെയ്ത് ശത്രുതാ സംഹാരവും ഒക്കെ ചെയ്ത് ഒരു പശുവിനെ വാങ്ങിച്ച് അവിടെ കെട്ടി അതിൻ്റെ ഗോമൂത്രവും ചാണകവും ഒക്കെ വീണ് അവിടെ ഒന്ന് ശുദ്ധിയാകട്ടെ. വൈകുന്നേരം ആകുമ്പോൾ ഇത്തിരി കൊതുക്കളൊക്കെ പറന്നു വന്ന് കടിക്കുകയൊക്കെ ചെയ്യും. ഒരു പുകയൊക്കെ ഇട്ട് എന്നാൽ ഒരു മാറ്റമൊക്കെ ഉണ്ടാകും. എന്തായാലും എന്തൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടൊക്കെ ചെയ്യാനും കഴിഞ്ഞ 10 വർഷം അവിടെ ജീവിച്ച് കേരളം ഭരിച്ച് അവിടെ ജീവിച്ച് അവിടുന്ന് ഇലക്ഷനിലൊക്കെ പരാജയപ്പെട്ടു പോകണമെങ്കിലും പാർട്ടിക്ക് പരാജയം സംഭവിച്ചാൽ അദ്ദേഹം ഇവിടുന്ന് ജയിച്ച് കയറുകയൊക്കെ ചെയ്തിട്ടുള്ള കരുത്തനായ പിണറായി വിജയൻ എന്ന് പറയുന്ന ആ സഖാവിന് ആയുസ്സിനും ആരോഗ്യത്തിനൊന്നും ഒരു കുഴപ്പമുണ്ടായിരിക്കട്ടെ, ഇനിയും അദ്ദേഹം ഭരിക്കട്ടെ, നമ്മുടെ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയുകയാണ്. എന്തായാലും അദ്ദേഹത്തിന് അവിടെ വെച്ച് അപകടങ്ങളൊന്നും ഉണ്ടായില്ല. കരുണാനിധി സാറിന് അപകടമുണ്ടായി, ഉമ്മൻചാണ്ടി സാറിന് അത് വെച്ച് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടായി, മാനസിക സംഘർഷങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അതുകൊണ്ട് ഒരുപാട് അവിടെ വാസ്തു സംബന്ധമായ ഒരു തകരാറുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സമയമില്ല. സർപ്പദുരിതം നിലനിൽക്കുന്ന സ്ഥലമായിട്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക്, ബുദ്ധിക്ക് ഭ്രമമുണ്ടാകും, ബുദ്ധിക്ക് നാശമുണ്ടാകുന്ന ചില സ്ഥലങ്ങളാണ്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. ക്ലിപ്പ് ഹൗസ് ആരെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ ശുദ്ധികലശമൊക്കെ ചെയ്തിട്ട് താമസിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റൊന്ന്, ഞാൻ ഈ സ്ഥലം പറയുമ്പോൾ ഇന്നൊരു ചെറുപ്പക്കാരൻ ഉച്ച കഴിഞ്ഞ് 2 മണിയായപ്പോൾ എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൊരു ബാധയുണ്ട്, 1 അല്ല 3-4 ബാധയുണ്ടെന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ ആഘാതമായിരിക്കും. ഞാനിത് പറഞ്ഞു കൊടുത്താൽ പുള്ളി മറ്റൊന്നാവും. അതുകൊണ്ട് ഞാനിത് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. മനുഷ്യൻ്റെ മനസ്സിൽ തോന്നുന്ന ഓരോ ചിന്തകൾക്കും അദ്ദേഹം പ്രേതങ്ങളെ കാണുന്നു. രാത്രികളെ അദ്ദേഹം ശ്മശാനങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം പ്രേതാത്മാക്കളെ കാണുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാര്യം നമ്മുടെ ഒരാളത്ത് പറഞ്ഞ് വിശ്വസിപ്പിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് അല്ലേ. എൻ്റെ പ്രേതാനുഭവ കഥകളും എൻ്റെ മാന്ത്രിക നോവലുകളും എൻ്റെ പ്രേത കഥകളും ഒക്കെ വായിച്ച് അത് ആ ബുക്ക് എഴുതി വിറ്റ് ജീവിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്ത് പറഞ്ഞാലും അത് എൻ്റെ പ്രേക്ഷകർ ആ ഒരു തരത്തിലേ എടുക്കുകയുള്ളൂ. എന്തായാലും നമ്മൾ ജീവിക്കുന്ന വീടിൻ്റെ വാസ്തു സംബന്ധമായിട്ടുള്ള തകരാറുകൾ പരിഹരിച്ച് നല്ല വാസ്തു പണ്ഡിതനെ കാണണം, നല്ല വാസ്തുവിനെക്കുറിച്ച് നല്ല പാണ്ഡിത്യമുള്ള ആൾക്കാരെ കണ്ടിട്ട് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണം. മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തി പരിഹരിച്ച് മുമ്പിലോട്ട് പോയാൽ കുറേ കൂടെ സമാധാനവും ശാന്തിയുമാണല്ലോ ജീവിതത്തിന് ആവശ്യം അല്ലേ. നമ്മളൊരിക്കലും ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പെയിൻറ്റ് പോലും ചെയ്യൂല. ഒരു പൂജ നടത്തി കഴിഞ്ഞാൽ ഞാൻ പലരിടത്തും ചോദിക്കുമ്പോൾ വീട്ടിൽ ഭയങ്കര ദോഷമാണെന്ന് ഞാൻ പറഞ്ഞു, അവിടെ വല്ല ഗണപതി ഹോമോ സുദർശനമോ നടത്തിയോ എന്ന് ചോദിച്ചാൽ പറയും ആ സമയം അന്നത്തെ ഒരു ഭഗവതി സേവ അന്ന് കയറുന്ന സമയത്ത് ചെയ്തു. അങ്ങനല്ലല്ലോ. നമ്മുടെ എല്ലാ വർഷങ്ങളിലും ഓരോ വർഷം തുടങ്ങുമ്പോഴും ഒക്കെ ഒരു കർക്കിടക മാസം കഴിയുമ്പോഴൊക്കെ വീടിനെ ശുദ്ധി ചെയ്യുകയും വീടിൻ്റെ ചലന്തി പോലെ അടിച്ചു കഴിയുകയും വീടിന് കളറ് ചെയ്യുകയും വീടിൻ്റെ ക്ഷതം മാറ്റുകയൊക്കെ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമ്മളിപ്പോൾ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് പോലെ
നമ്മുടെ ശരീരത്തിന് ദോഷം വരുമ്പോൾ നമ്മൾ മരുന്ന് കഴിക്കുന്നത് പോലെ, നമ്മുടെ ആരോഗ്യം പുഷ്ടിപ്പെടുത്തുന്ന പോലെ നമ്മുടെ വീടിനൊരു പുഷ്ടിയുണ്ട്. നമ്മളെ ഗൃഹത്തിനെ പുഷ്ടിപ്പെടുത്തി നിർത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ താമസിക്കുന്ന ഗൃഹത്തെക്കുറിച്ച് നമ്മളെല്ലാം തന്നെ ഒന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ കിടക്കുന്ന സ്ഥലത്തെക്കുറിച്ച് വളരെ വളരെ ശ്രദ്ധാപൂർവമാണ് ചെയ്യേണ്ടത്. വളരെ ശ്രദ്ധപൂർവ്വം ചെയ്താൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് പരിഹാരമുണ്ട്. രോഗദുരിതങ്ങൾ വന്നു കയറാതെ നോക്കണം. നെഗറ്റീവ് എനർജി, ഞാൻ പറഞ്ഞേ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. പോസിറ്റീവ് മാത്രം ഉണ്ടെന്ന് വെച്ചൊരു ബൾബ് ഇട്ടാൽ കത്തൂ, നെഗറ്റീവ് കൂടെ വെച്ചാലേ കത്തൂ. 2 ഫീസ് വെച്ചാലേ കത്തുണ്ടാവുള്ളൂ. അത് നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് പോലെ തന്നെ ഇരട്ടി ശക്തിയുള്ള നെഗറ്റീവ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അന്ധകാരത്തിൽ പ്രകാശം ഉണ്ടാവുള്ളൂ. ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം. ഇതൊക്കെ സയൻസ് തന്നെ. ഈ സയൻസ് എവിടെ നിന്നുണ്ടായി? സയൻസ് കണ്ടുപിടിച്ച മനുഷ്യൻ എവിടെ നിന്നുണ്ടായി? മനുഷ്യൻ്റെ തലച്ചോറ് എവിടെ നിന്നുണ്ടായി? 1950 ഗ്രാമുള്ള തലച്ചോറ് എവിടെ നിന്നുണ്ടായി? അവനെ നിമിഷം കൊണ്ട് സംസാരിക്കാനുള്ള ചിന്തകൾ എവിടെ നിന്നുണ്ടായി? നാവ് എവിടെ നിന്നുണ്ടായി? ചിന്തകൾ എവിടെ നിന്നുണ്ടായി? ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കാഴ്ചയുള്ള കണ്ണുകൾ, ഗ്രഹിക്കാനുള്ളത്, ഇതെല്ലാം ഒന്നും വേണ്ട. നമ്മൾ നാഗങ്ങൾ ഒരു മനുഷ്യനെ കൊത്തണം എന്നുണ്ടെങ്കിൽ ഇത്ര കിലോമീറ്ററിനപ്പുറത്ത് നമ്മൾ സഞ്ചരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ ആ നാഗം അവിടുന്ന് പുറപ്പെട്ടിരിക്കും. അവനെ കൊത്താൻ ഇന്ന സമയത്ത് ഇന്നടത്ത് വെച്ച് നിനക്ക് വിഷധ്വംസനമേക്കും, ഏൽപ്പിച്ചിരിക്കും. അങ്ങനെയൊക്കെ ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഗവേഷണവും നടത്താനുള്ള കഴിവൊന്നും ഇരിക്കില്ല. 10ാം ക്ലാസ് പഠിച്ചാൽ നമ്മൾ എന്തോന്ന് ഗവേഷണം നടത്താൻ? എൻ്റെ അനുഭവജ്ഞാനം. പക്ഷേ എനിക്കൊരു സംഭവം ഉണ്ടായാൽ ഞാൻ ആ സംഭവത്തിനകത്ത് കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, സ്വാമി സർപ്പങ്ങളെക്കുറിച്ച് എപ്പോഴും പറയുമ്പോൾ എനിക്ക് പേടിയാണ് സ്വാമി. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ വണ്ടി വെക്കുന്നിടത്ത് നോക്കിക്കോളൂ, അവിടെ ഒരു സർപ്പ സാന്നിധ്യം കാണുന്നുണ്ടെന്ന്. അപ്പോൾ ഇവിടെങ്ങും സർപ്പങ്ങളൊന്നും ഇല്ല സ്വാമി, ഞാൻ നോക്കാറില്ല എന്ന് പറഞ്ഞ് ഹെൽമെറ്റ് എടുത്തപ്പോൾ ഹെൽമെറ്റിനകത്ത് ഒരെണ്ണം ചുരുണ്ടിരിക്കുന്നു. ഞാൻ വെറുതെ പറഞ്ഞതാണ്. നമുക്ക് അങ്ങനെയൊന്നും വലിയ എടുത്തു പറയാനുള്ള കഴിവൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു, നിങ്ങൾ വണ്ടി വെക്കുന്നിടത്ത് ഒരു സർപ്പ സാന്നിധ്യം, അദ്ദേഹം വിളിച്ച സമയം വെച്ച് വിഷം തൊടാനുള്ള ഒരു ചലന്തിയെങ്കിലും കടിച്ചേ പറ്റുള്ളൂ, ഒരു കൊതുകെങ്കിലും കടിച്ചേ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ വാഹനം ഇരിക്കുന്ന സ്ഥലം ഹെൽമെറ്റ് അതിനകത്താണ് തൂക്കിയിട്ടേക്കണം. വണ്ടി ഇരിക്കുന്ന സ്ഥലം നോക്കുമ്പോൾ ഹെൽമെറ്റ് എടുക്കുമ്പോൾ അതിനകത്ത് ഒരു സാധനം ചുരുട്ടയാണ് അത് അതിനകത്ത് ഇരിക്കുന്നത്. ചെറിയ പാമ്പാണ്. ഇത് തലയിൽ കൂടെ വെച്ചെങ്കിൽ തലയിൽ തന്നെ കൊത്തും. ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റി. ഇത് ഞാൻ എങ്ങനെ ചോദിച്ചു എന്ന് ഞാൻ വെറുതെ അങ്ങനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും ഒരു ചില കാര്യങ്ങൾ പറയുന്നതിനോടൊപ്പം ഇന്നത്തെ നക്ഷത്രം എന്ന് പറയുന്നത്, ഞാൻ എത്ര നക്ഷത്രം, തിരുവാതിര, തിരുവോണമൊക്കെ പറഞ്ഞു, ഭരണിയൊക്കെ പറഞ്ഞു അല്ലേ, ഒരുപാട് നക്ഷത്രങ്ങൾ പറഞ്ഞു. പൂരാട നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞു, അനിഴ നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞു, എല്ലാം മൂല നക്ഷത്രത്തെക്കുറിച്ച് കുറച്ച് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞ് ഒരാൾ മെസ്സേജ് ഇട്ടേക്കുന്നു. പറഞ്ഞതൊക്കെ ശരിയാണെന്ന് പറഞ്ഞ് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്, ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞില്ല, ഇത് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യമല്ല. ഗ്രഹനിലകൾ അനുസരിച്ച് നിങ്ങളുടെ നല്ല കാലമാണെങ്കിലും പൂർവ്വജന്മ ദോഷം മാത്രമാണ് കന്നേഷിക്ക് പറയാൻ പറ്റുള്ളൂ. പൂർവ്വജന്മ ദോഷങ്ങളുടെ സഞ്ചരിക്കുന്നുള്ള ദോഷങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, അത്തം നക്ഷത്രം, ചിത്തിര, ജ്യോതി, വിശാഖം, തൃക്കേട്ട നക്ഷത്രം. അപ്പോൾ അത്തം നക്ഷത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അത്തം നക്ഷത്രത്തിന് പെൺകുട്ടികളുടെ മനസ്സിൻ്റെ കാരാഗൃഹത്തിൽപ്പെട്ട് കിടക്കുന്ന ഒരു കാലഘട്ടമാണ്. അവൻ്റെ മനസ്സിൻ്റെ കാലാഗ്രഹം, മനസ്സ് ഒന്നും അങ്ങോട്ട് മുമ്പിലോട്ട് പോകില്ല. പെൺകുട്ടികളാണെങ്കിൽ, ആൺകുട്ടികളാണെങ്കിൽ എടുത്തു ചാടുന്ന കാലഘട്ടം അത്തം നക്ഷത്രക്കാർക്കാണ്. വിവാഹ സംബന്ധമായ കാര്യത്തിനകത്ത് കല്യാണം, ഏത് കല്യാണം ആലോചിച്ചാലും നടക്കാത്ത ഒരു കാലഘട്ടം, വിവാഹത്തിനോട് വെറുപ്പ് തോന്നുന്ന കാലഘട്ടം, എന്തിനോടും വെറുപ്പ് തോന്നുന്ന ഒരു കാലഘട്ടം ഈ 30 ദിവസത്തേക്ക് ഉള്ളതുണ്ട്. കല്യാണം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ ഒരു തടസ്സമാണ് ഈ 30 ദിവസത്തേക്ക് അത്തം നക്ഷത്രക്കാർക്കുള്ളത്. ഈ രാജയോഗങ്ങളൊക്കെ ഗ്രഹനിലകളിലൊക്കെ കാണുമെങ്കിലും വളരെ ചിന്തിക്കണം. മാതാപിതാക്കളുമായിട്ട് വഴക്കിട്ടിട്ടുണ്ടെങ്കിൽ, ആ വഴക്കിട്ട് മാതാപിതാക്കൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ശാപമേൽക്കുന്നൊരു കാലം. ആ മാതാപിതാക്കളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മാതാപിതാക്കളെ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ, മാതാപിതാക്കളുടെ വാക്ക് അനുസരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, അവർക്ക് മനോവിഷമം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അത്തരം നക്ഷത്രക്കാർക്ക് അവരുടെ മനോവിഷമം ശരമായി വരുന്ന കാലം അത് ദോഷദുരിതമായി നമ്മളെ ബാധിക്കുകയും, അവരച്ഛനമ്മമാർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത്തം നക്ഷത്രക്കാരുടെ മക്കളിൽ നിന്ന് നമുക്ക് ആ മനോദുഃഖം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം ഉണ്ടാവും. വീട് വെച്ച് പൂർത്തിയാകാതിരിക്കാൻ, വീട് പണി തുടങ്ങിയാൽ പൂർത്തീകരിക്കാത്തവർക്ക് വീട് പൂർത്തീകരിക്കാനുള്ളൊരു യോഗമുണ്ട്. പക്ഷേ വീടിൻ്റെ ഗ്രഹവും വാസ്തുനിലയും കറക്റ്റായിരിക്കണം. കൃത്യമായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തം നക്ഷത്രക്കാർ എപ്പോഴും ചിന്തിക്കുമ്പോൾ വീടിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പേരിലാണ് വീട് വെക്കുന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ വാസ്തു നല്ലവണ്ണം പരിശോധിച്ചിട്ട് മാത്രമേ ചെയ്യുള്ളൂ. ജനലിനിടയിൽ കിടക്ക ഇട്ടേക്കുന്നത് കിഴക്കോട്ടാണോ അല്ലെങ്കിൽ തെക്ക് വടക്കാണോ കട്ടിലിട്ടേക്കുന്നത്, കിടക്കുന്നതിൻ്റെ സ്ഥാനം കൃത്യമായിട്ടില്ലെങ്കിൽ ശാരീരികമായ അവശതകൾക്ക് കാര്യമുണ്ടാകും, രക്തത്തിന് ദോഷമുണ്ടാകുന്ന കാലഘട്ടം ഉണ്ടാകും. എന്ന് വിചാരിച്ച ദോഷമല്ല, ഒരുപാട് നല്ല ഗുണങ്ങൾ കൊടുക്കേണ്ട നിങ്ങൾ കടന്നു പോകുന്നത് ഈ വരുന്ന 30 ദിവസത്തേക്കുള്ള ദോഷഫലങ്ങളാണ്. സന്ധ്യയ്ക്ക് പുറത്തിറങ്ങുമ്പോൾ ഒന്ന് സിദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾക്കൊരു വീഴ്ച സംഭവിക്കും. 30 ദിവസത്തിനകത്തൊരു വീഴ്ചയുടെ സാന്നിധ്യമുണ്ട്. അപ്പം വീഴാതിരിക്കാനുള്ള നോക്കണം.
ആ അത്തം നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ പിന്നെ ഈ ഒരു ധനതടസ്സം ഉണ്ടാകുന്ന കാര്യമുണ്ട്. ഭാര്യയുമായിട്ട് ഭർത്താവും ഭാര്യയും തമ്മിൽ ഒരു പിണക്കത്തിൻ്റെ സാധ്യത ഈ 30 ദിവസത്തിനുള്ളിലുണ്ട്. അല്ലെങ്കിൽ തന്നെ അസ്വസ്ഥതകളുണ്ടാകും. ഈ ഡിപ്രഷൻ വരാനുള്ള സാധ്യത, ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ കൂട്ടാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ കഴിഞ്ഞ അടുത്ത 30 ദിവസത്തേക്കുള്ളത്. ചിങ്ങമാസം വരുമ്പോൾ ഇതിനൊരു മാറ്റം വരും. അപ്പോൾ പിന്നെ രണ്ടാമത് നഖങ്ങൾ വെട്ടണം. നഖങ്ങൾ വെട്ടിയില്ലെങ്കിൽ നഖത്തിൻ്റെ ഇടയിൽ അഴുക്ക് വിഷാംശം ഉള്ളിൽ പോകാനുള്ള, നഖങ്ങളിലൂടെ വിഷാംശം ഉള്ളിൽ പോകാനുള്ള സാധ്യത. വൃത്തിയില്ലാത്ത പാത്രങ്ങൾ ഇവിടെ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അതിലൂടെ വിഷാംശം ഉള്ളിൽ പോവുകയും ഉദരരോഗം ഉണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് വൃത്തിയും വെടിപ്പുമുള്ള നല്ല വസ്ത്രങ്ങൾ ധരിക്കുക. അലസമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് ഞാൻ അലസരായിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് അലസതയാണ്, ആ അലസതയിൽ നിന്ന് എനിക്ക് മാറണം, എനിക്ക് ഊർജ്ജം വേണം, എനിക്കൊന്നും നഷ്ടപ്പെടാൻ പറ്റില്ല, എല്ലാ നേട്ടങ്ങളും എനിക്കുണ്ടാകണം, എനിക്കെല്ലാം നേടേണ്ടവനാണ് ഞാൻ ഇല്ലാതായി പോകരുത്. ഭാര്യയും തമ്മിൽ സ്നേഹിച്ച് കല്യാണം കഴിച്ചില്ല, അത്തം നക്ഷത്രം ഭർത്താവ് ഭാര്യ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ അസ്വസ്ഥമായി തന്നെ ആയിരിക്കും. അതിനകത്ത് ഒരു സംശയവും വേണ്ട. അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം ഈ 30 ദിവസത്തേക്ക് അത്തം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മളെ ചില നായ്ക്കുട്ടികളില്ലേ, നമ്മളെ സ്നേഹിച്ച് കഴിഞ്ഞാൽ ഓടി ദേഷ്യം നമ്മളെ പുറത്തോട്ട് കയറിയിട്ട് നമ്മളെ അസ്വസ്ഥമാക്കൂലേ. നമ്മൾ എത്ര സ്നേഹമാണെങ്കിലും നമ്മളെ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ഇത് നമ്മളെ പുറത്തേക്ക് ചാടിക്കറിയുമ്പോൾ നമ്മൾ എറിയില്ലേ. അതേപോലെ ഭാര്യയും ഭർത്താവിൻ്റെയും ഇടയിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തം നക്ഷത്രക്കാർക്ക് പെൺകുട്ടികളുണ്ടെങ്കിൽ ആ പെൺകുട്ടികളെ ഒന്ന് ശ്രദ്ധിക്കണം. അവർ പ്രണയത്തിൽ കുടുങ്ങാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരൻ പറയുന്നതിന്, അച്ഛനമ്മമാർ പറയുന്നതിനേക്കാൾ കൂടുതൽ താൻ ഇഷ്ടപ്പെടുന്ന പുരുഷനോടാണ്, സൗഹൃദമുള്ള പുരുഷൻ പറയുന്നതാണ് ശക്തി എന്ന് വിചാരിക്കും. അത് പുരുഷന്മാരാണെങ്കിൽ പോലും കുട്ടികളാണെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ പറയുന്നതാണ്, എടാ നീ ഒരു സിഗരറ്റ് ഒന്ന് വലിച്ചാൽ നിനക്കൊരു കുഴപ്പമില്ല, നീ ഒന്ന് വലിച്ചു നോക്ക്, അയ്യോ ഞാൻ വലിക്കില്ല, എൻ്റെ അമ്മയ്ക്ക് അത് ഇഷ്ടമല്ല, അത് കുഴപ്പമില്ല, നീ ഒരെണ്ണം വലിച്ചോ എന്ന് പറയുമ്പം ആ അച്ഛനും അമ്മയും മറന്നിട്ട് ആ സിഗരറ്റിനോട്, ആ വലിക്കുന്നതിനോട്, പുകയോട് സൗഹൃദങ്ങൾ കൊണ്ട് നാശം ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ അത്തം നക്ഷത്രക്കാർ വരാവുന്ന 30 ദിവസം. അതുകൊണ്ട് അത്തം നക്ഷത്രക്കാരൊന്ന് ശ്രദ്ധിക്കുന്ന വളരെ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഗ്രഹനില അനുസരിച്ചുള്ള ഒരുപാട് നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ട്, നല്ല യോഗങ്ങളൊക്കെ ഉണ്ട്. ഇത് പൂർവ്വജന്മ ദോഷത്തിൻ്റെ ഫലങ്ങളാണ് ഞാൻ പറയുന്നത്. പൂർവ്വജന്മമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നമ്മളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഇതാണ്. പിന്നെ ഉദരത്തിനും തലയ്ക്കും രോഗമുണ്ടാകാനുള്ളൊരവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കുമ്പം കെമിക്കലായിട്ടുള്ള ആഹാരം, ചിക്കൻ കുറച്ച് കഴിക്കണം. കാരണം ദഹനഗ്രന്ഥിക്ക് പ്രശ്നം ഉണ്ടാകുന്നൊരവസ്ഥയാണ്. ദഹനഗ്രന്ഥിക്ക് പ്രശ്നം ഉണ്ടാകും ഈ 30 ദിവസം. അതുകൊണ്ട് ചിക്കനെ പോലുള്ള അതിനകത്ത് മറ്റല്ലാതൊക്കെ ഇറച്ചി കൂടാനുള്ള ഇഞ്ചക്ഷനൊക്കെ കൊടുത്താണ് ഈ ഇതുണ്ടാക്കുന്നത്. അതൊക്കെ നമ്മുടെ ഉദരരോഗത്തിനുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളിലൊന്ന് ശ്രദ്ധിക്കുന്നത് നമ്മുടെ ആരോഗ്യപരമായ കാര്യത്തിന് വളരെ സ്ഥിതിയാണ്. ആരോഗ്യം ശ്രദ്ധിക്കില്ല, കണ്ണും ചെവിയും മൂക്കും ഒക്കെ തലയും ഒക്കെ വളരെപ്പോഴും നിസ്സാരം. പല്ലുവേദന എടുത്താൽ ഉടനെ തന്നെ ഡോക്ടറെ അടുത്ത് പോവുക, ചെവി വേദന എടുത്താൽ ഡോക്ടറെ അടുത്ത് പോവുക. നിസ്സാരമായിട്ട് നമ്മൾ മരുന്ന് കഴിച്ച് രോഗം മാറ്റാൻ ശ്രമിക്കരുത്. കാരണം ഈ വരാൻ പോകുന്ന 30 ദിവസം, ഈ നടന്നുകൊണ്ടിരിക്കുന്ന 30 ദിവസം, കാരണം ഈ ഒരാഴ്ചക്ക് പിന്നെ രാത്രി അസമയത്ത് ഉണരുന്നുണ്ടെങ്കിൽ അത് പിന്നെ ശരീരത്തെ ജലാംശം കുറയാനുള്ള സാധ്യത, ജലാംശമില്ല. അത്തം നക്ഷത്രക്കാർ വെള്ളം കുടിക്കില്ല. വെള്ളം കുടിക്കാത്തുണ്ടാകുന്ന ദോഷങ്ങൾ പൂർവ്വജന്മത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് ആരോഗ്യപരമായ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഗൃഹസ്ഥാനത്തിൻ്റെ എവിടെയെങ്കിലും നമ്മുടെ കൃഷ്ണതുളസി ഉണ്ടെങ്കിൽ കുളിക്കുന്നതിന് മുമ്പ് 2 നുള്ളു മഞ്ഞപ്പൊടി, 1 ഉപ്പും 1 കൃഷ്ണതുളസി ഇട്ട് പെൺകുട്ടികൾ കുളിക്കുന്നത് നെഗറ്റീവ് എനർജി ശരീരത്തിൽ നിന്ന് പോകാനുള്ളത് ഉണ്ടാവും. പിന്നെ അവരുടെ നാഗസംബന്ധിച്ച വിഷയം ഉണ്ടെങ്കിൽ നല്ല ജ്യോതിഷ പണ്ഡിതന്മാരെ കണ്ടിട്ട് അതിനുള്ള പരിഹാര ക്രിയകളൊക്കെ ചെയ്താൽ ആരോഗ്യപരമായ കാര്യത്തിന് ഒരു ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. പിന്നെ ഞാൻ ഈ മാസം ഇപ്പോൾ 15 മുതൽ 20 വരെ, 15 മുതൽ 19 വരെ മുറിപ്പാലത്തരി മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിലുണ്ട്. അത്തം നക്ഷത്രക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കാണുന്നത് നല്ലത്. അവരുടെ അടുത്ത് സ്വകാര്യമായിട്ട് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് 9037744456 ആണ് അവിടുത്തെ നമ്പർ. അവിടെ വിളിച്ച് ബുക്കിംഗ് ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഇനി എപ്പോഴാണെന്നുള്ളത് അറിയത്തില്ല. ഞാൻ 20 മുതൽ 29 വരെ വിദേശത്താണ്. അപ്പോൾ ഒന്ന് നോക്കിയിട്ട് വന്ന് കാണുക. അത്തം നക്ഷത്രക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇതൊന്നും പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എല്ലാവരുടെയും മനസ്സിനും സമാധാനത്തിനും എല്ലാവർക്കും മികച്ച ആരോഗ്യമൊക്കെ ഉണ്ടായിട്ട് എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം. പൂർവ്വജന്മ ദോഷങ്ങളും കൂടെ ഞാൻ എല്ലാ നല്ല ഗുണങ്ങളുടെ കൂടെ പറഞ്ഞതേ ഉള്ളൂ. ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് സന്തോഷമായിട്ടൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.